അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ബാങ്കോക്കിലുള്ള വാട്ട് അരുൺ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് നടന്നു. ഉള്ളിൽ കയറിയപ്പോൾ അതാ വെള്ള മാർബിളിൻ്റെ നിറമുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന ഗോപുരങ്ങൾ. ഇവിടുത്തെ നിർമ്മിതികൾക്കെല്ലാം ഒരു പ്രത്യേക ഭംഗിയാണ്. കെട്ടിടങ്ങളുടെ നിറങ്ങളൊക്കെ ആകാശത്തിൻ്റെ നിറവുമായി മാച്ച് ചെയ്യുന്ന പോലെ ഒരു ഫീൽ. ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാൻവാസിൽ വരച്ച പെയിൻറ്റിംഗ് പോലെ മനോഹരമായിരിക്കുന്നു. ടൂറിസ്റ്റുകളൊക്കെ ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നത് കാണാം. ഞാൻ നോക്കിയപ്പോൾ ഒരു പാത്രത്തിൽ ആമ്പൽ പൂക്കൾ കണ്ടിട്ട് പറിക്കാൻ തോന്നി. പക്ഷെ അടി കിട്ടിയാലോ എന്ന് വിചാരിച്ച് ആ ശ്രമം അങ്ങ് ഉപേക്ഷിച്ചു. ചുവരുകളുടെയൊക്കെ ഭംഗി കണ്ടിട്ടും മതിയാകുന്നില്ല. ഒരിടത്ത് കുറേ മണികൾ തൂക്കിയിട്ടേക്കുന്നു. ഒരു കൗതുകത്തിന് ഞാനും പോയി അടിച്ചു. ഈ കാണുന്നതാണ് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണാം. നല്ലൊരു ഡിവൈൻ ഫീലാണ് ഇതിനുള്ളിൽ. അവിടെ നിന്നും പതുക്കെ പുറത്തേക്ക് ഇറങ്ങി കുറേ കല്ല് കൊണ്ട് നിർമ്മിച്ച വലിയ ഗോപുരങ്ങൾ കാണാം. അതിൻ്റെ മുകളിലൊക്കെ കയറി കറങ്ങി എന്നിട്ട് പതുക്കെ അമ്പലത്തിൻ്റെ പുറത്തേക്ക്. അടുത്ത് തന്നെയുള്ള വീക്കെൻഡ് മാർക്കറ്റിൽ കുറച്ച് ഷോപ്പിങ്ങിനായി കയറി. അവിടുത്തെ സ്ട്രീറ്റിലൊക്കെ തേരാപാര നടന്നു. അധികം വിലയില്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. കുറേ നടന്നപ്പോൾ വയറ് വിശന്നു. അടുത്ത് കണ്ട കഫേ കയറി ഫുഡൊക്കെ കഴിച്ചു. ഇവരുടെ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിട്ട് പിന്നെയും സ്ട്രീറ്റിലൊക്കെ കറങ്ങി നടന്നു. ഇന്ന് ഞങ്ങളുടെ തായ്ലൻഡിലെ ലാസ്റ്റ് ഡേ ആണ്. ഇനി ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. എന്തോ ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ മനസ്സ് വരുന്നില്ല. പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ തിരിച്ച് എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ ഫുൾ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും വൈബ്സ് തന്നെ. മൊത്തത്തിൽ കളർഫുൾ ലൈറ്റ്സും ക്രിസ്മസ് ട്രീയും എന്ന് വേണ്ട പുറത്ത് കണ്ടതിനേക്കാളും മനോഹരമായിട്ട് എയർപോർട്ടിൽ. അപ്പോൾ എൻ്റെ തായ്ലൻഡ് യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു യാത്രയുടെ വിശേഷങ്ങളുമായി കാണാം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക്